ഹായ്. ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരിയിലെ പ്രമുഖ ബ്രാൻഡിംഗ് കമ്പനിയായ മാക്രീസിലാണ്. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മാക്രീസിലെ ഫൗണ്ടർ സലീലാണ്. സോ എങ്ങനെയാണ് ഈ മാക്രീസ് എന്ന കൺസെപ്റ്റ് വരാനുള്ള കാരണം? മാക്രീസ് എന്നുള്ള പേര് വരുന്നത് ആക്ച്വലി കുറേ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മേക്കിംഗ് ക്രിയേറ്റീവ് സ്റ്റഫ് എന്നുള്ള നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം, ഔട്ട് ഓഫ് ദ ബോക്സ് സംഭവം ചെയ്യാന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിനൊരു പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ജീവനുള്ള ഒരു സംഭവത്തിന്റെ പേരും കൂടെ അബ്രിവേറ്റ് ചെയ്തിട്ട് എത്തിക്കാൻ തോന്നി. അതാണ് മേക്കിംഗ് ക്രിയേറ്റീവ് സ്റ്റഫ് എന്നുള്ളതിനെ ചെറുതാക്കിയിട്ട് മാക്രീസ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അനദർ ഫൗണ്ടർ ആണ് അജ്നാസ്. സോ എങ്ങനെയാണ് സ്കിൽസ് ഹബിനെ അറിയാൻ ഇടയായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡിങ് മാത്രം വിഷ്വൽ ഐഡന്റിറ്റി മാത്രമാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻക്വയറീസ് കൂടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ വെക്കാം, എന്നിട്ട് വർക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്തു ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കി അവർക്ക് കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് സ്കിൽസ് ഹബിനെ കുറിച്ച് അറിയുന്നതും അവിടുന്ന് ആളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സ്കിൽസ് ഹബിന്ന് ഇപ്പോൾ നാഫി ഡിജിറ്റൽ മാർക്കറ്ററും ഉണ്ട്. പിന്നെ അവിടുന്ന് ഇപ്പോൾ 2 പേര് ഇന്ത്യൻ ആയിട്ട് ഡിസൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാഫിനെ നമ്മൾ ഇൻടേക്ക് എടുത്തല്ലോ. അപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലായിരുന്നു പറഞ്ഞു. സോ അപ്പോൾ ഫസ്റ്റ് ഇൻടേക്ക് എടുത്തപ്പം അതിന്റെ എക്സ്പീരിയൻസ് വെച്ച് അറിയാൻ പറ്റും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് CV-കൾ വന്നു. അപ്പം ഞാൻ എല്ലാവർക്കും വിളിച്ചു നോക്കിയപ്പോൾ ആളെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ആൾ എത്രത്തോളം ആൾക്ക് സ്കില്ലുണ്ട്, സ്ട്രാറ്റജി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ നാഫിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഒന്നുകൂടി ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. അതൊക്കെ കുറച്ചുകൂടി ഒരു ഇന്റേൺഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് റണ്ണേ മാത്രം പഠിച്ചാൽ പോരാ, ആ കമ്പനീനെ കുറിച്ച് പഠിച്ചിട്ട് എന്തൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ ഒരു നല്ല ലീഡ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ സംസാരിച്ചപ്പോൾ നാഫി ഓക്കെയാണ് തോന്നി. പിന്നെ നാഫിൻ്റെ CV-യിൽ പോർട്ട്ഫോളിയോയിൽ ആൾ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളിലൊന്നും CV-യിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല. അപ്പം അതൊന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ അടുത്ത് സംസാരിച്ചപ്പോൾ ഓക്കെയാണ് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ആളെടുത്തത്. ഇവിടുത്തെ മെയിൻ വർക്ക്സും കാര്യങ്ങളൊക്കെ എന്ത് ടൈപ്പ് വർക്കാണ്? ബ്രാൻഡിങ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് ബ്രാൻഡിങ് ആണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ പറയുന്ന പോലെ ലൈക്ക് സോഷ്യൽ മീഡിയ സംഭവങ്ങൾ ചെയ്യുന്ന വീഡിയോ പ്രൊഡക്ഷൻസും കാര്യങ്ങളുണ്ട്. പിന്നെ പ്രോപ്പർലി അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിലുള്ള വീഡിയോ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുന്നുണ്ട്.